എല്ലാവർക്കും നമസ്കാരം. അനാചാര വിഷം തേണ്ടി മൂർച്ഛിച്ച് ശവതുല്യരായി കിടക്കും കേരളീയർ. ഇതൊരു യാഥാർത്ഥ്യമായിരുന്നു. വിവിധങ്ങളായ അനാചാരങ്ങളുടെ സ്ഥിതിയും അവയുടെ തഴക്കവും പഴക്കവും അറിയുമ്പോൾ അതൊരു ജനതയുടെ ബോധം നശിപ്പിച്ച വിഷാംശം തന്നെയായിരുന്നു എന്ന് ബോധ്യമാവും. ഈ വിഷബാധയിൽ നിന്നും ഒരു ജനതയെ മോചിപ്പിക്കുന്നതിന് ഗുരുദേവൻ അനുഷ്ഠിച്ച തീവ്രയത്നം ഒരു വലിയ ചരിത്ര പഠനം തന്നെയാണെന്നും മനസ്സിലാക്കാം. ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകം എന്ന പ്രാർത്ഥനാഗീതത്തിൻ്റെ 4-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് മനസ്സിലാക്കാം. ശ്ലോകം ഇപ്രകാരമാണ്: ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. ശ്ലോകം ഒരിക്കൽ കൂടി: ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണം. ആഴി എന്നാൽ കടൽ, തിര അതിലെ തിരമാല എന്നും, കാറ്റ് അതിലെ കാറ്റാണ്, ആഴം കടലിൻ്റെ ആഴം. ആഴിയും തിരയും കാറ്റും ആഴവും തമ്മിലുള്ള അദൃശ്യവും എന്നാൽ ദൃശ്യവുമായ ബന്ധം. ഇവ വേർവിടാതെ ഒരുമിച്ച് വർത്തിക്കുന്നു. ഒന്ന് ഒന്നിന് കാരണമായിത്തീരുന്നു, അഥവാ ഇവയിൽ ഒന്നില്ലാതെ മറ്റൊന്നില്ല. ഇവിടെ ആഴി അല്ലെങ്കിൽ കടലിന് സമാനമായി ഞങ്ങളും, തിരമാലയ്ക്ക് സമാനമായി മായയും, കാറ്റ് ദൈവമഹിമയായും, കടലിൻ്റെ ആഴത്തെപ്പോലെ അപ്രമേയമായ ദൈവവും എന്നുള്ള ആ തത്വം ഞങ്ങളുടെ ഉള്ളിലാകണം, ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുമാറാകണമേ എന്നുള്ള പ്രാർത്ഥന. അതുകൊണ്ടുണ്ടാകുന്ന അദ്വൈത ബുദ്ധിയാൽ ഞങ്ങൾ അനുഗ്രഹീതരാകണം. ഇവിടെ ആഴി എന്നാൽ ഞങ്ങളെന്നും, അതിലെ തിര മായയായും, കാറ്റ് നിൻ്റെ മഹിമ അല്ലെങ്കിൽ ദൈവമഹിമയായും, അതിൻ്റെ ആഴം നീ അല്ലെങ്കിൽ ഭഗവാൻ എന്നും ചിന്തിച്ചാൽ, നീ നിൻ്റെ മഹിമയാകുന്ന മായയാൽ സൃഷ്ടിച്ചതാണ് ഞങ്ങളെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. കടലും കടലിലെ തിരയും അതിനുപരി വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റും അതിൻ്റെ ആഴവും പോലെയുള്ള ഒരു വ്യവസ്ഥയോട് കൂടിയതാണ് എല്ലാ ജീവജാലങ്ങളും മായയും ദൈവത്തിൻ്റെ മഹിമയും ദൈവവും എന്ന തത്വം ഞങ്ങൾക്ക് മനസ്സിലാകുമാറാകണം. ദൈവദശകത്തിൻ്റെ മൂലതത്വമായി ഗുരുദേവൻ ഉൾച്ചേർത്തിരിക്കുന്നത് ഈ അദ്വൈത തത്വമാണ്. അതിനാൽ തന്നെ ഇതൊരു ദാർശനിക കൃതിയാണെന്ന് നമുക്ക് നിശ്ശേഷം പറയാൻ സാധിക്കും.